എന്താ നടന്നു പോണത്? ബസ്സും ബോട്ടും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ മെമ്പറേ? എന്നപ്പോ അതൊക്കെ അങ്ങ് നിക്കും. അതെന്താ നിങ്ങൾ ഭരിച്ച് അവസാനം ഞങ്ങക്ക് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റാണ്ടാക്കോ? അതേ, ജനകീയ ജാതിയാണ് നാളെ. നിരാഹാര സമരം നടക്കുന്ന അറിയാലോ. പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. നിരാഹാര സമരത്തിലാ? നിരാഹാര സമരത്തിലല്ലാന്ന്, ജാഥയില്. അപ്പൊ ടീച്ചറും വന്നം വരാതിരിക്കരുത് കേട്ടോ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല, വന്നം. ശരി. ആളുകൾ നാട്ടിൽ വലയുന്നു. പൊതുശ്മശാനം വേണമെന്ന് എത്ര നാളായി പറയുന്നു. സമരം തന്നെ വിജയം വരെയും സമരം തന്നെ. ദാസു ചേട്ടൻ വന്നല്ലോ, നീ സമരം നിർത്തോങ്ങളെ. ഒന്നും മിണ്ടാണ്ടിരിക്കണം. മറ്റടുത്ത തമാശ. ജീവൻ കാക്കുക ചോലയിലെ മണിയന്റെ ജീവൻ കാക്കുക. എന്നോട് കൊണ്ടുവന്നിട്ട് പട്ടിണി കിട്ടിട്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റേ പാർട്ടിക്കാരോട് പറയുന്നത് ഉടുപ്പില്ലാത്ത ഓരോ ജാതി മുദ്രാവാക്യങ്ങൾ. വിജയം വരെയും സമരം ചെയ്യും. ഉണ്ടല്ലോ. എന്താ ഇക്കണക്കിന് പോയ ഇന്നത്തോടുകൂടി ഈ സമരം പൊളിയും കേട്ടോ. അതെ വല്ലേട്ടാ, ഇവന്റെ അമ്മയും ഭാര്യയും കൂടി ഇവിടെ വന്നിട്ടും ചുട്ടലമ്പായിരുന്നു. കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് പോയത്. അവർക്ക് പറഞ്ഞ കാശ് കൊടുത്തില്ല. ഞങ്ങൾ പറഞ്ഞ് കാശിൻ്റെ കാര്യമൊക്കെ വല്ലവട്ടനോട് സംസാരിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, വല്ലവട്ടനോട് പോയി പറയാൻ പറ്റും. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോയിട്ടു. മണിയാ, നിന്റെ അമ്മയോട് മര്യാദയ്ക്കും കം പറഞ്ഞു കേട്ടാ. വല്ലാണ്ട് കളിക്കുന്ന 5 പൈസ തന്നിട്ടുണ്ട്. വല്ലവട്ട എൻ്റെ അമ്മയോട് ഒന്ന് പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞത്? അമ്മ ഞൊണ്ടി കിടക്കുന്നൊന്ന് നോക്കണ്ട കേട്ടോ. വെട്ടൊന്ന് കണ്ടന്റ്. അതാണ് എൻ്റെ അമ്മ. എടി ഇതുപോലൊക്കെ വെക്കാനായിരുന്നു. അവരുടെ നല്ലൊരു വലിയ ഫോട്ടോ കൊടുക്കാൻ മേലായിരുന്നു. എന്തേരം പേര് കാണുന്നതാ. അല്ല, ഇപ്പൊ ഈ ഫോട്ടോയ്ക്ക് എന്താ ഒരു കുഴപ്പം? അത് തന്നെയല്ല, മത്തം കുത്തിയ കുമ്പളം മുളകത്തില്ലല്ലോ. എടി, അവന് യോഗ്യതയുള്ളത് കൊണ്ട് അവന്റെ ഫോട്ടോ തന്നെ വെച്ചത്. അല്ലാതെ ഈ നാട്ടിൽ വേറെ നട്ടലുള്ള ആമ്പിള്ളേരില്ലാഞ്ഞിട്ടല്ലോ. കുറഞ്ഞ വിവരമില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാനാ? എന്താ ചേച്ചി? അല്ല, മര്യാദയ്ക്ക് കുടുംബം നോക്കിയിരുന്ന എന്നെ ചെറുക്കനെ വിളിച്ചോണ്ട് പോയി നിരാഹാരം കിടത്തണ വല്ല കാര്യമുണ്ടോ നിന്റെ കെട്ടിയവന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പറഞ്ഞ പൈസ തന്നില്ലെങ്കിൽ എന്റെ ചെറുക്കനെ ഞാൻ വിളിച്ചോണ്ട് പോകും. അല്ല വല്ലഭാ, ആ പൈസ എന്താ തരാത്തത്? കരാർ പ്രകാരം 12,000 രൂപയാണ്. അതിൽ 5,000 രൂപ തന്ന് ബാക്കി എത്രയുണ്ട്? 7. അതെനിക്കിപ്പൊ തന്നെ. അല്ല, ചെറുക്കനെ വിളിച്ചാൽ ഞാൻ വീട്ടിൽ പോകും. അല്ല വല്ലവേട്ട, നിങ്ങളെ പാർട്ടിയിൽ സമരത്തിന് ആളില്ലേ? അതിന് ഇനി കൂലിക്ക് നിർത്തണോ? ആരെങ്കിലും ഒരാള് വാങ്ങി എത്രയുണ്ട്? അതിൽ 8. 3 ഉള്ളല്ലോ. അപ്പൊ 5 നേരത്തെ വാങ്ങിയില്ലേ? 5ഉം 3ഉം 8. കണക്ക് പറയൂടെ നിങ്ങൾക്ക്? എന്റെ പൊന്നിലെടുത്തി, അവൻ രാത്രി അടിച്ചു കയറ്റുന്ന ഫുഡിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ പൈസ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തരേണ്ടി വരും. പിന്നെ ഇതൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന ചില സേവനങ്ങളല്ലേ? എത്രയോ മഹാമാരി നാടിന് വേണ്ടി പട്ടിണി കിടന്നിട്ടുണ്ട് ഇല്ലേ? ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ചാൻസാണ്. സത്യത്തിൽ ആ ചാൻസാണ് ഞാൻ അവന് വേണ്ടി മാറിക്കൊടുത്തത്. എന്തുകൊണ്ടാ? താഴെക്കടയിലുള്ള ആളുകളും നമ്മുടെ പാർട്ടിയിൽ ഉയർന്നു വരണം. മനസ്സിലായ? സത്യത്തിൽ അവനെ പോലെ ഒരാളെ പ്രസവിച്ച നിങ്ങൾ നാടിന്റെ അഭിമാനാണ്. അത് മനസ്സിലായിക്കോ? സന്തോഷായി. ശരി ശരി കേട്ടാ. ശരി ചേച്ചി. ഓ, മഹാപരാക്ക് കിട്ടുവടി. എന്റെ ചെറുക്കൻ അവിടെ കിടന്ന് പട്ടിണി കിടന്നുണ്ടാക്കുന്ന കാശിന് മുഴുവനും എങ്ങനെ ഇങ്ങനെ തിന്ന് കയറ്റാൻ തോന്നുന്നു? മണിയേട്ടൻ അവിടെ പട്ടിണി കിടക്കുന്നല്ലേ, ഞാൻ എൻ്റെ ഉണ്ണിയെല്ലാം മാറ്റി വെച്ചിട്ട് വെള്ളം മാത്രം തിന്നുന്നേ. അല്ലാതെ നീ നെയ്മുറ്റിച്ചാകാതിരിക്കാനല്ല. എന്റെ ചെറുക്കൻ വലുതും കഴിക്കുന്നുണ്ടോ? ഏടാ കഴിക്കുന്നു? ഇന്നലെ രാത്രി കഴിച്ചല്ലേ?
ഇന്ന് രാവിലെയായി ഉച്ചയായി രാത്രിയായി ജലപാനം ഞാൻ കഴിച്ചിട്ടാ വഹിച്ചിട്ട് തടി പറക്ക് നിനക്ക്. എടാ ഫുഡിന്റെ കാര്യം നോക്കുന്നത് വല്ലവേട്ടനാണ്, ഞാനല്ല. ഇത് പുള്ളറകടിയല്ല, നീരാഹാര സമരാന്ന്. എന്താന്ന് എന്താണെന്ന് നീ പറ. ആ മണിയെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിനക്കെന്താണ്? ഏട്ടാ ആ ആ KCB ജോർജ് വന്നിട്ടുണ്ട്. KCB ജോർജിനോടൊക്കെ പഞ്ചായത്തിൽ വരാൻ പറ. എന്താണ് ഇവിടെ? ഞാൻ അത്യാവശ്യം ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഇരിക്കാന്ന് അറിഞ്ഞൂടെ? ആ ശരി, എന്നാ പിന്നെ ഭക്ഷണം എടുത്താലോ? വേണ്ട. എന്താ വേണ്ടാന്ന് എനിക്കത് ചെവിയും കേട്ടൂടെ? ആ ദൂരം. ആ ജോർജ്, വല്ലപേട്ടനൊരു ഓൺലൈൻ മീറ്റിംഗ് ഇരിക്കാണല്ലോ. അച്ഛോ, അത്യാവശ്യ കാര്യം വരെ രാത്രി തന്നെ വന്നതേ. ആ സാരമില്ല, കഴിയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാൻ, കണ്ടിട്ട് പോകുന്നില്ല. വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് തുടങ്ങിയാൽ പിന്നെ 12 മണി 1 മണി വരെ പോവും. നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കല്ലേ. എന്നോട് തന്നെ ഒന്ന് മിണ്ടിയിട്ട് പറഞ്ഞിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ദാ ഇപ്പൊ തന്നെ ഭക്ഷണം പോലും കഴിക്കാതെയാണ് അവിടെ ഇരിക്കുന്നത്. ആ പിന്നെ നീ ചെല്ല്, നാളെ പഞ്ചായത്തിൽ കാണാം. എന്താണ് നിനക്ക് വേണ്ടത്? ഫുഡ് വന്നോളൂന്ന് പറഞ്ഞില്ലേ? എപ്പോ? ഞാൻ ചത്തിട്ടാ? വല്ലവേട്ടാ, നിങ്ങളെ പ്രതിപക്ഷ നേതാവും വല്ല രാഷ്ട്രീയ പിടിപാടില്ല ആളായിരിക്കും. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ഫുഡ് കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. എടാ മോനെ, ഞാനൊരു അടിയന്തര മീറ്റിങ്ങിൽ ഇരിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. ഫുഡൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അത് വന്നോളും. ആ വന്നാ മതി. എന്നിട്ട് ഇത് പറ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, വിളിക്കടാ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, ചോലയിൽ മണിയന് അഭിവാദ്യങ്ങൾ, ചോലയും മണിയന് അഭിവാദ്യങ്ങൾ. എന്തൊരു ഉറക്കാത്. മണിയാ, വിജയേട്ടനെ വിളിക്കണേ, നീക്കടാ മണിയാ. വിജയേട്ടാ, അവനെ വിളിക്കണ്ട. എന്തേ? അവൻ 8-10 ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ തളർന്നുറങ്ങി കിടക്കണവനാ. അവനിത്തിരി സ്വൈര്യ സ്വസ്ഥതയും കൊടുക്ക്. എന്നാലും നമ്മള് വന്നത് അവൻ അറിയണ്ടാ. മണിയാ, നമ്മുടെ നാടിന്റെ മരുവനല്ലടവൻ, നമ്മള് വേണ്ട അവനെ നോക്കാൻ. ഇത് ഇവിടെ ഡാ എനിക്കടാ. ഇത്രയ്ക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല എനിക്ക് എന്തിനാ നിരാഹാരം കിടക്കാൻ പോയേ? എന്തെന്ന് പറയാൻ നീ പറയുന്നത്? ഇതൊരു രാജ്യസ്ഥമായിട്ട് കണ്ടാൽ മതി. നേരെ നിന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം അത്രമാത്രം. തിന്നാൻ വന്നാ വർത്താനം പറയാൻ വന്നാ വേഗം പോവാൻ നോക്കി, എനിക്ക് കട അടക്കണം. പക്ഷെ പ്രതിപക്ഷം തീരെ പോരാട്ടാ, തീരെ പോരാ.